പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാതാപിതാക്കളായ ജുവാക്കുമിന്റെയും അന്നായുടെയും തിരുനാളിനോടനുബന്ധിച്ച് ജൂലൈ മാസത്തെ 4ാമത്തെ ഞായറാഴ്ച ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആയി ആചരിക്കുന്നതിന് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ വൃദ്ധരായ മാതാപിതാക്കളെ നമ്മൾ അഭിനന്ദിക്കാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. അതിനായി ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഇടവകയിലെ പൂർവ്വകാല അധ്യാപികയായിരുന്ന ബേബി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബേബി ടീച്ചർ കുട്ടികൾക്ക് തനിക്ക് ദാനമായി കിട്ടിയ വിശ്വാസത്തെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ വളരെ സന്മനസ്സോടുകൂടി ആത്മാർത്ഥമായി പ്രയത്നിച്ച ഏറ്റവും നല്ലൊരു ടീച്ചറിന് ഉദാഹരണമാണ് ബേബി ടീച്ചർ. ബേബി ചേച്ചിയെ ആദരിക്കാനായിട്ട് എല്ലാവരും കൂടി പള്ളിയിൽ ഒത്തുകൂടണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഈ അവസ്ഥയിൽ അതൊന്നും സാധിച്ചില്ല. നമ്മുടെ തൊട്ട് അയൽപക്കത്തുള്ള കുട്ടികൾ മാത്രമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ടീച്ചറെ വിശ്വാസ പരിശീലന രംഗത്തും പിൻസൺ ഇപ്പോൾ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നല്ലോ. ആ സമയത്ത് ഉള്ള അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാലമായിരുന്നു വിശ്വാസ പരിശീലന സമയം. കുട്ടികൾക്ക് ഇഷ്ടംപോലെ കഥകൾ പറഞ്ഞു കൊടുക്കാനും അവരുടെ കഴിവുകൾ മനസ്സിലാക്കാനും അവർക്ക് ഈശോയെ കൊടുക്കാനും സാധിച്ചു. ഈശോയെ മാത്രമല്ല, പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വിശുദ്ധരെയും പറ്റി പറയാനും അവരായിട്ട് പങ്കുവെക്കാനും എല്ലാം നല്ലൊരവസരമായിരുന്നു ആ സമയത്ത്. ഓരോ കുഞ്ഞുങ്ങളും എങ്ങനെയാണെന്ന് തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പഴയ തലമുറയും പുതിയ തലമുറയിലും ബേബി ടീച്ചറെ കണ്ടിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞാൽ തീരുവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ തലമുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവഭക്തിയിലും പിന്നെ എന്താണ് അധ്യാപകന്മാരോടുള്ള ബഹുമാനവും പിന്നെ മാതാപിതാക്കളോടുള്ള ബഹുമാനമൊക്കെ ഉണ്ട്. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണ്. അതിനെനിക്ക് വിഷമമുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല, വളരെ അധികം ആളുകൾ അങ്ങനെയാണ്. വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്നതിനേക്കാൾ നാം ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ആഘോഷങ്ങൾക്കാണ്. അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? ആഘോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആഘോഷത്തിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് വെറുപ്പാണ്. ഒറ്റ വാക്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇപ്പോൾ ഒരു മാമോദീസ നടക്കുന്നുണ്ട്. ആ മാമോദീസക്കുള്ള ഒരു പ്രാധാന്യം അവിടെയില്ല. അവിടെയുള്ള സദ്യയും അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കുറേ ആളുകളും കുറേ ആഡംബരങ്ങളും കുറേ ഓരോ പ്രാവശ്യം ഡ്രസ്സുകൾ മാറി മാറി ഇടുക, അതൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെറുപ്പാണ്. ഞങ്ങളുടെ ഈ പുതിയ തലമുറയ്ക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? എനിക്ക് നൽകാനുള്ള സന്ദേശം, യേശു എങ്ങനെയാണ് ജീവിച്ചത്? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നത്. ആ ജ്ഞാനത്തിനെ പറ്റിയാണ് എനിക്ക് പറയാൻ. ഈ ഞായറാഴ്ചകളിലൊക്കെ ബന്ധുവീടുകളിലെ കല്യാണം, മാമോദിസ അതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വേദപാഠ ക്ലാസ് കഴിഞ്ഞിട്ട് ആയിരിക്കുമല്ലോ നമുക്ക് പോകാൻ പറ്റുക. അവിടെ ചെല്ലുമ്പോൾ എന്താണ് വൈകി വന്നതെന്നുള്ള അവരുടെ ചോദ്യം പലപ്പോഴും ആന്റണി ചേട്ടനോടായിരിക്കും. ആ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്? പ്രാധാന്യം കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും മറ്റതും ഭൗതികമായിട്ടുള്ള ആധ്യാത്മിക പ്രധാനമായിട്ട് ഭൗതികമായ കാര്യങ്ങളുണ്ടല്ലോ. അത് കുറച്ച് വൈകാതിരിക്കുക എന്തായാലും വിരോധമില്ലാന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ചിലവഴിക്കാൻ സാധിച്ചാണ് ഈ നിമിഷങ്ങളെ ഓർത്ത് അറിയിക്കുന്നതെന്ന് പറയുന്നത്. നിരവധി കുഞ്ഞുമക്കളെ അങ്ങയുടെ സ്നേഹവും കരുത്തിനും കാരണമുതലാക്കിയ ഗുരുജനങ്ങളാണ് ബേബി ചേച്ചി. സുവിശേഷ പ്രഘോഷണത്തോടെ ദൈവത്തിലേക്ക് മക്കളെ ചേർത്തപ്പോൾ തൻ്റെ നടപ്പിലും ഭാവത്തിലും പ്രാർത്ഥനയിലൂടെ ഒരുപാട് വ്യക്തികളെ ദൈവത്തോട് അടുത്ത്
കൊണ്ടുവരാൻ സാധിച്ച ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് ആനന്ദിച്ചേട്ടൻ. ഇവരെ രണ്ടുപേരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എനിക്ക്